വളരെ ക്ലിയറാണ്, കേട്ടവർക്കൊക്കെ മനസ്സിലാവും. ഇത്തരം കാര്യങ്ങളൊക്കെ 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായി ജനങ്ങളോട് പറയുന്ന ബജറ്റായി. വളരെ ക്ലിയറാണ്. 10 കൊല്ലം മുമ്പ് 2016 അധികാരത്തിലേറിയപ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 കൊല്ലം ഞങ്ങൾ ചെയ്തിട്ടില്ല, ഇത് ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ നടത്തുന്ന മാപ്പപേക്ഷയും കുറ്റസമ്മതവും ഒക്കെ ആയിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ. വാഗ്ദാനങ്ങളുടെ പെരുമഴയല്ലേ. എവിടുന്നാണ് ഈ ഫണ്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത്ര അധികം ബാധ്യത, കാരണം അവർക്ക് ഈ ബാധ്യത വരില്ല എന്ന് ഉറപ്പാണ്. UDF ആണ് ഏറ്റെടുക്കേണ്ടി വരിക. അപ്പോൾ എവിടെ നിന്നാണ് ഇതിന് ആവശ്യമായ ഫണ്ട് ഉണ്ടാക്കുക? ഒരു ചെലവ് കാണിക്കുമ്പോൾ വരവ് കാണിക്കണ്ടേ, സ്രോതസ്സ് കാണിക്കണ്ടേ, വിഭവ സമാഹരണം എങ്ങനെയാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തണ്ടേ? അത് ബോധ്യപ്പെടുത്താതെ പെരുമഴ, നിങ്ങൾക്കറിയാലോ, 1.5 മാസം അല്ല 1.5 വർഷത്തോളം ആ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് പെരും വെയിലും മഴയും കൊണ്ടിട്ട് ഒരു നയാ പൈസ കൂട്ടി കൊടുക്കാത്തവർ ഇപ്പം 1000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പോകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് വാഗ്ദാനങ്ങൾ, നമ്മുടെ സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ പോലെ വാഗ്ദാനങ്ങളാണ് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രായോഗികമായി പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള കുറ്റസമ്മതമാണ് ഈ ബജറ്റിലൂടെ വ്യക്തമാകുന്നത്. ഇത് ജനങ്ങളെ പറ്റിക്കാൻ, കേരള സമൂഹത്തെ പറ്റിക്കാൻ, വഞ്ചിക്കാൻ ഉള്ള ഏർപ്പാട് മാത്രമാണ്. അല്ല, ഇവരിപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിൻ്റെ അർത്ഥം എന്താ? അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമല്ലോ. കഴിഞ്ഞ ഗവൺമെൻറ് UDF ഗവൺമെൻറ് ആയിരുന്നില്ലല്ലോ 10 കൊല്ലം ഭരിച്ചത്. 10 കൊല്ലം ഭരിച്ച ആളുകൾ 10 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോവും എന്ന് ഉറപ്പുള്ളപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം അവർ ചെയ്തില്ല, അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ്. അത് കേരള സമൂഹം മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ ഈ ബജറ്റോടുകൂടി ഇവരുടെ അവസാന ഘട്ടവും കഴിഞ്ഞു. ഇല്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പൂർത്തിയായിട്ടില്ല. അല്ല, അതിൽ കൂടുതൽ ചർച്ചകളൊന്നും നടക്കുന്നില്ല. കേരളത്തിൽ 140 സീറ്റിൽ കൂടാത്തത് കൊണ്ട് ഓരോ ഘടക